മഴ തോരും മുൻപേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന വന്നു കയറിയത് ഇഷ്ടപ്പെടാതെ തന്നെ റീത്ത അലീനയുമായി വളരെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അലീനയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റീത്താമ്മച്ചിക്ക് മനസ്സിലായി അലീനയുമായി നേരിട്ട് മുട്ടുന്നത് അത്ര പന്തിയല്ലെന്ന്. എന്നാൽ ഇതിങ്ങനെ വിട്ടുകൊടുത്താലും ശരിയാവത്തില്ലെന്നും റീത്താമ്മച്ചിക്ക് അറിയാം. കാരണം അലീനയുടെ പപ്പയായ സ്റ്റാൻലിയുടെ കയ്യിൽ നിന്നും വരുന്ന വരുമാനമാണ് ഇവരെല്ലാവരും പങ്കിട്ടെടുക്കുന്നത്. അതിൽ 1/3 മാത്രമാണ് എൽസയ്ക്കും മക്കൾക്കും കയ്യിലേക്ക് ഇവർ കൊടുക്കുന്നത്. അതും ഇവരുടെ വകയായിട്ട് എന്ന രീതിയിൽ തന്നെ. ഈ കണ്ട കാലത്തിനിടയിൽ തന്നെ സ്റ്റാൻലിയുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്നും ഒരുപാട് നേടിയിട്ടുണ്ട് ഈ പറയുന്ന റീത്തയും സഹോദരന്മാരും. എല്ലാവരും കണക്ക് തന്നെ. തൻ്റെ ഒരു സഹോദരിയുടെ ജീവിതം നശിച്ചു പോയാലും കുഴപ്പമില്ല, അവരുടെ എല്ലാവരുടെയും ജീവിതം നന്നാവണമെന്നും സ്റ്റാൻലിയുടെ കയ്യിലുള്ള കണക്കില്ലാത്ത പണത്തിൻ്റെ ഒരോഹരിയെങ്കിലും തൻ്റെയൊക്കെ കയ്യിൽ വരണമെന്നും വളരെ മോശപ്പെട്ടൊരു ചിന്താഗതിയുള്ളവർ തന്നെയാണ് സഹോദരന്മാരും സഹോദരിയായ റീത്താമ്മച്ചിയും. എൽസാമ്മയ്ക്ക് 4 സഹോദരന്മാരാണ്. ചാൻകുഞ്ഞ്, ഏലിയാസ്, സാമുവല്, റീത്തയ്ക്ക് എല്ലാത്തിനും ഒത്താശ ചെയ്തു കൊടുക്കുന്ന സേവിച്ചനെ വിളിച്ച് റീത്താമ്മച്ചി ഇവിടെ നടക്കുന്ന സകല കാര്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട്. അലീന വന്നതും അലീനയോടൊപ്പം വെല്ലിപ്പിച്ചൻ വന്നിട്ടുള്ളതും വീട് കയ്യേറിയിരിക്കുകയാണെന്നും ആ വീട്ടിലെ മുറിയൊക്കെ കയ്യേറി ഈ ചെറുമകളും വെല്ലിപ്പച്ചനും കൂടിയും ആ വീട്ടിൽ അങ്ങ് കയറി താമസിച്ചിരിക്കുകയാണെന്നൊക്കെ. ഇവരിനി എൽസയുടെ മനസ്സ് മാറ്റി എൽസയെയും മക്കളെയും ആ കൊട്ടാരമറ്റത്തേക്ക് തിരിച്ചു കൊണ്ടുപോയാൽ നമ്മുടെ കളികളെല്ലാം അവിടെ അവസാനിക്കുമെന്ന് പറയുകയാണ്. സേവിച്ചൻ ഉടനെ തന്നെ റീത്താമ്മച്ചിയോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. പൂത്ത കാശാണ് ആ പട്ടാളത്തിൻ്റെ കയ്യിൽ. അതങ്ങനെ നമുക്ക് വല്ലവർക്കും തിന്നാനിട്ട് കൊടുക്കാൻ പറ്റുമോ ചേച്ചി? നാളെ തന്നെ ചൈനയും കൂട്ടി അവിടെ വന്നിട്ട് അവളെയും ആ കിളവനെയും അവിടെ നടിച്ചിറക്കിക്കോളാന്ന് പറയുന്നുണ്ട്. ചേച്ചി ഒന്നുകൊണ്ടും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, സമാധാനമായിട്ട് തന്നെ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യാണ്. എന്നാൽ ഇതേ സമയത്ത് അപ്പുറത്ത് എൽസാമ്മയുടെ വീട്ടിൽ അലീന വെച്ചുണ്ടാക്കിയ കഞ്ഞിയും ഓരോ മുട്ട വറുത്തതുമാണ് അവർക്ക് 2 പേർക്കും, അതായത് വെല്ലിപ്പച്ചനും മകൾക്കും അത്താഴമായി ലഭിച്ചിരിക്കുന്നത്. അതും അവൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അവിടെ നിന്ന് ആരും കൊടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല. കുട്ടികൾക്ക് ആരോടും ഒരു വിദ്വേഷമില്ലെങ്കിലും കുട്ടികൾക്ക് തന്നെ അമ്മച്ചിയെയും അമ്മച്ചിയുടെ ചേച്ചിയായ റീത്തയെയും വല്ലാത്ത പേടിയുള്ളത് കൊണ്ട് തന്നെ അവർ അലീനയോടും വെല്ലിപ്പച്ചനോടും ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കുന്നില്ല. ഇതേ സമയം വെല്ലിപ്പച്ചൻ വന്ന് അലീനയ്ക്കൊപ്പം കഞ്ഞിയൊക്കെ ഇരുന്ന് കുടിക്കുകയാണ്. അലീനയോട് വെല്ലിപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എടി കൊച്ചേ, നീ എത്ര ദിവസമാണ് എന്നിങ്ങനെ ഈ കഞ്ഞിയും ഈ ഉണക്കയും മുട്ടയും വറുത്തതും തീറ്റിച്ച് നിർത്താൻ പോകുന്നത്? നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ഈ ആരോഗ്യം തന്നെ ഭക്ഷണത്തിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ കൊണ്ട് നടക്കുന്നത്. നിൻ്റെ വാക്കും കേട്ടാണ് ഞാൻ ഇവിടേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നൊക്കെ മറ്റുള്ളവർ കേൾക്കെ തന്നെ വെല്ലിപ്പച്ചൻ ഉറക്കെ വിളിച്ച് പറയുകയാണ്. അലീന പറയുന്നുണ്ട്, വെല്ലിപ്പച്ചൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇത് ഇന്ന് രാത്രിക്കലത്തേത് മാത്രമാണ്. നാളെ രാവിലെ തന്നെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്, നമുക്കെല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തന്നെ ആയിരിക്കും. ഇതിപ്പോൾ ഇന്ന് നമ്മൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ വെല്ലിപ്പച്ച. നമുക്ക് എന്താണ് ഇഷ്ടമെന്നും നമുക്ക് എന്തൊക്കെയാണ് തരേണ്ടതെന്നൊക്കെ ആൻറ്റിക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാനങ്ങ് ക്ഷമിച്ചു. ഞാൻ തന്നെ ഉണ്ടാക്കിയ കഞ്ഞിയും മുട്ടയും അങ്ങ് എടുത്തുകൊണ്ട് പോന്നു. തിരിഞ്ഞിരുന്ന് കുട്ടികളോടായി അലീന ചോദിക്കുന്നുണ്ട്, നിങ്ങളാരും കഴിക്കുന്നില്ലേ? കഴിച്ചു പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം എൽസയും കുട്ടികളും കൂടിയും കിച്ചണിൽ തന്നെയുള്ള ഡൈനിങ് ടേബിളിൽ അവരവിടെ ഇരുന്നൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഡൈനിങ് ഏരിയയിലാണ് വെല്ലിപ്പച്ചനും അലീനയും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൽസയും കുട്ടികളും ഇപ്പുറത്തേക്ക് വരാനൊന്നും കൂട്ടാക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്നാണ് എൽസയ്ക്ക് ഓർമ്മ വരുന്നത്, താൻ രാത്രി കഴിക്കാറുള്ള തൈറോയിഡിൻ്റെ മെഡിസിൻ അങ്ങ് മുകളിലാണ് ഇരിക്കുന്നത്. പിന്നെ വാതത്തിനുള്ള ആ തൈലവും അതും മുകളിലെ റൂമിൽ തന്നെ. ആ റൂമാണല്ലോ ഇവർ കീഴടക്കി വെച്ചിരിക്കുന്നത്. ദൈവമേ, ഇനി അതൊക്കെ ഈ പെണ്ണ് വലിച്ചു വാരി ഇട്ട് കാണുമോ
എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ എൽസ ഇവരുടെ അരികിലൂടെ തന്നെ സ്റ്റെയർ കയറി മുകളിലെ മുറിയിലേക്ക് പോകുന്നുണ്ട്. മുറി കണ്ട എൽസ ആകപ്പാടെ അന്താളിച്ച് നിൽക്കാണ്. എൽസമ്മയ്ക്ക് ഇത് തൻ്റെ വീട്ടിലെ ആ മുറി തന്നെയാണോ എന്നൊക്കെയുള്ള ചിന്ത വരികയാണ്. എൽസമ്മ അകത്ത് കയറി എൽസമ്മ വെച്ചിരുന്നിടത്തു നിന്നല്ലെങ്കിലും മറ്റൊരു ഷെൽഫിൽ നിന്നും വളരെ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നിടത്തു നിന്നും തന്നെ തൻ്റെ ആ തൈലവും തൈറോയിഡിനുള്ള മെഡിസിനും എടുത്ത് പെട്ടെന്ന് തന്നെ താഴേക്ക് പോരുന്നുണ്ട്. ഇതേ സമയം അലീനയും വല്യപ്പച്ചനും കഞ്ഞികുടിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു അലീന. എൽസമ്മയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് വല്ലാത്ത അതിശയമാണ് തോന്നുന്നത്. കാരണം കിച്ചണിൽ കയറുക, തനിക്കും കുട്ടികൾക്കുള്ള ഭക്ഷണം വച്ചുണ്ടാക്കുക എന്നല്ലാതെ ആ കിച്ചൺ എത്ര ഭംഗിക്കിടണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയും എൽസമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള തൻ്റെ കിച്ചൺ തന്നെയാണോ ഇത് എന്നൊരു സംശയം തന്നെയായിരുന്നു എൽസാമ്മയ്ക്ക്. എൽസാമ്മ വന്നപ്പോഴേക്കും അലീന കിച്ചണിലെ പാത്രങ്ങളെല്ലാം അടക്കി ഒതുക്കി പറക്കി വൃത്തിയായി ഒരിടത്തേക്ക് മാറ്റുകയും കിച്ചണും കിച്ചണിൻ്റെ ബാക്കിയുള്ള ഏരിയയുമൊക്കെ അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എൽസമ്മയ്ക്ക് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ എൽസമ്മ തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്, ഇത് നാളെ തുടങ്ങി ഞാനും ചെയ്യാൻ നോക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അലീന എൽസമ്മ തന്നോട് മിണ്ടുന്നില്ലെന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ട് തന്നെ ഒരു ഗുഡ് നൈറ്റ് അങ്ങ് പറഞ്ഞുകൊണ്ട് അലീന പുറത്തേക്ക് ഇറങ്ങി പോവാണ്. വല്യപ്പച്ചനെയും പിടിച്ച് അവൾ മുകളിലെ മുറിയിലേക്ക് കയറുന്നുണ്ട്. മുകളിൽ ചെന്നിരുന്ന് അലീന വല്യപ്പച്ചനോട് പറയുന്നുണ്ട്, വല്യപ്പച്ച ഇത് എന്നതാ ഇനിയൊരു മാറ്റം വരുത്താൻ പറ്റുക? എല്ലാ കാര്യവും പോട്ടെ, ഒരു വൃത്തിയും മെനയൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കണ്ടേ ഇവരെ? അതിനെന്തോ ഒരു പോംവഴി. കുറച്ച് മുമ്പേ ഞാൻ ആ സിറ്റ് ഔട്ടിലേക്ക് ചെന്നപ്പോൾ അത് ഇന്നും ഇന്നലെയൊന്നും വീണിട്ടുള്ളതല്ല. ആ സിറ്റ് ഔട്ടിൽ ആ കിടക്കുന്ന ചായക്കറയൊക്കെ അത് 2-3 ദിവസങ്ങൾ മുന്നേ ഉള്ളതാ. ഉണങ്ങി പിടിച്ചൊക്കെ ഇരിക്കുകയെന്നേ. ഇതെന്താ ഇവരൊക്കെ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2-3 കുട്ടികളും ഒരമ്മച്ചിയും താമസിക്കുന്നതാ. പ്രാർത്ഥന എത്തിക്കുന്നതിലൊന്നും ഒരു കുറവും വരുത്തിയിരുന്നില്ല കേട്ടോ. അതൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വക കാര്യങ്ങളും കൂടി ഉണ്ടെങ്കിലല്ലേ വല്യപ്പച്ച പ്രാർത്ഥനയൊക്കെ എത്തിച്ചിട്ട് ബലം ചെയ്യത്തുള്ളൂ എന്നെല്ലാം അലീന ചോദിക്കുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇത് തന്നെയല്ലേടി കൊച്ചേ നീ വന്നപ്പോൾ തുടങ്ങി എന്നോട് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. ഞാൻ എന്നാ മറുപടി പറയാനാ? അവൾ എൻ്റെ മരുമോളൊക്കെ തന്നെയാ, അല്ലാതെ ഞാൻ പറയുന്നില്ല. അവൾ ആദ്യകാലത്ത് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. നമ്മുടെ ലാലിച്ചനോടും എന്നോടും മറ്റുള്ളവരോടും ഒക്കെ വളരെ സ്നേഹത്തിൽ തന്നെയായിരുന്നു. ലാലിച്ചന് താഴെയുള്ള അവൻ്റെ അനിയന്മാരോടൊക്കെ എന്തൊരു കാര്യമായിരുന്നെന്നറിയോ ഇവൾക്ക്? പിന്നെ ഈ പെണ്ണ് എപ്പോഴാണ് ഇങ്ങനെയൊക്കെ മാറിയതെന്ന് ഒരു പിടിയും എനിക്ക് കിട്ടുന്നില്ലെന്നൊക്കെ വല്യപ്പച്ചൻ പറയുകയാണ്. എന്നാൽ ഇതെല്ലാം മറന്നുകൊണ്ട് മറ്റൊരു വീട്ടിൽ അങ്ങ് കൊല്ലപ്പള്ളിയിൽ നമ്മുടെ കമലയ്ക്ക് തീരെ സമാധാനം കിട്ടുന്നില്ല കേട്ടോ. അലീനയുടെ അച്ഛൻ ആരാണെന്നും മനു കാണിച്ചത് തന്നെയാണോ അച്ഛനെന്നും മനു ഈ പറഞ്ഞ 100 കോടി അവൾക്കും അവളുടെ അച്ഛനുണ്ടോ എന്നൊക്കെയുള്ള വല്ലാത്ത സംശയത്തിൽ തന്നെയാണ്. പുള്ളിക്കാരിയുടെ ഉള്ള സമാധാനമൊക്കെ പോയി. അങ്ങനെ കമലയുടെ മകളായ രഞ്ജിനിയെ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ പറയാൻ തീരുമാനിക്കുകയാണ്. രഞ്ജിനി ബബിതയോട് ചോദിച്ച് ബബിതയിൽ നിന്നും എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ചെറിയൊരു സൂചനയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുമല്ലോ എന്നൊക്കെ കമല ഇങ്ങനെ സ്വയം ചിന്തിച്ചെടുക്കുകയാണ്. ഇതേ സമയത്ത് ശിവൻ വന്ന് കമലയോട് ചോദിക്കുന്നുണ്ട്, നീ എന്നതാടി ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കുറേ നേരമായല്ലോ കിളി പോയ പോലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിലേ 2 പിരി ലൂസാണ്, അതിൽ കൂടെ എന്താ ചിന്തിച്ചുകൊണ്ട് ഇത്ര നടക്കാനുള്ളതെന്നൊക്കെ. അപ്പോൾ കമല പറയുന്നുണ്ട്, അല്ല നിങ്ങളോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നിനക്ക് അത്ര ഉറപ്പുണ്ടെങ്കിലേ നീ പറയാൻ നിൽക്കണ്ടെന്ന് ശിവനും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കമല പെട്ടെന്ന് തന്നെ രഞ്ജിനിയെ ഫോൺ വിളിക്കാനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ ഫോൺ എടുത്ത് രഞ്ജിനിയെ വിളിക്കുന്നുണ്ട്. രഞ്ജിനി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കെന്താ ഉറക്കമൊന്നുമില്ലേ? നട്ടപ്പാതിരി ആയല്ലോ അമ്മേ. അല്ല എന്താ ഈ നേരത്ത് എന്നെ ഒരു വിളി? അല്ല ഈ നട്ടപ്പാതിരയ്ക്ക് എൻ്റെ ഫോണിൽ നിന്നൊരു 2 റിങ് വന്നപ്പോഴേക്കും നീ ചാടി കയറി ഫോൺ എടുത്തല്ലോ. ഓ ഇപ്പം അതായോ കുറ്റം? രാത്രിയാണല്ലോ, എന്താണാവോ എന്ന് കരുതി ചാടിക്കയറി എടുത്തതാ. ഞാനേ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു.
ആ എനിക്കേ ഉറക്കം കിട്ടാഞ്ഞിട്ട് തന്നെയാണ് നിന്നെ വിളിച്ചത്. എന്താ അമ്മേ, എന്താ കാര്യം? ഹരിയേട്ടൻ്റെ എന്തെങ്കിലും? ഓ, ഹരിയേട്ടൻ്റെ ഇനി എന്തുണ്ടാവാനാ? അവനിനി ജയിലിൽ കിടക്കല്ലേ. അവിടെ എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ അവൻ വല്ല ജയിലിൽ ചാടണ്ടേ? അതിനുള്ള ധൈര്യമൊന്നും എൻ്റെ കുഞ്ഞിനില്ല. ഓ, അമ്മയുടെ കുഞ്ഞിൻ്റെ ധൈര്യം കൊണ്ടാണല്ലോ ഇപ്പം പോയി കിടക്കുന്നത്. അമ്മ വിളിച്ച കാര്യം പറഞ്ഞേ. എടി, അതെ, നമ്മുടെ അലീനയില്ലേ? നമ്മുടെ അലീനയോ? അല്ലടി, ആയ ബാലചന്ദ്രൻ്റെ അലീന. ആ, ഓക്കെ, പറഞ്ഞോ. ആ, അവളിപ്പോൾ എവിടെയാ? അത് കുറച്ച് മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ അങ്ങ് ഊട്ടിയിലാണെന്നാണ് പറഞ്ഞത്. ഇപ്പം വിളിച്ച് ഞാൻ ചോദിക്കണോ അമ്മേ, ഊട്ടിയിൽ നിന്നും വേറെ എവിടേക്കെങ്കിലും പോയോന്ന്? ദേ രഞ്ജിനി, നീ കളിക്കാൻ നിൽക്കല്ലേ. നിന്നെ ഞാൻ തമാശ പറയാൻ വിളിച്ചതല്ല ഈ നട്ടപ്പാതിരാക്കി. പിന്നെ അമ്മ എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ എന്നതാ പറയണ്ടേ? നിനക്ക് നിൻ്റെ മനുവേട്ടനോടൊന്നും ചോദിക്കായിരുന്നില്ലേ? എനിക്കെന്ത് കാര്യം? എനിക്കതൊന്നും അറിയണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഉണ്ടെങ്കിലല്ലേ ഞാൻ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ പൊന്നമ്മേ, അമ്മയ്ക്കിപ്പോൾ എന്താ അറിയേണ്ടത്? എടി, അതെ, കുറച്ച് മുമ്പ് അവൻ ആ പെണ്ണുമായിട്ടേ നിന്ന് സൊള്ളുന്നത് കേട്ട്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അത് അലീനയല്ലേന്ന്. അവൻ അതേന്ന് സമ്മതിച്ചു തരികയും ചെയ്തു. എന്നാൽ എന്താണ് അവർ സംസാരിച്ചതെന്ന് എനിക്കത്ര മനസ്സിലായില്ല. അത് മനസ്സിലാവണമല്ലോ എന്ന് കരുതി തന്നെ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയുക എന്നോട്, അവളെ വീട്ടിലെ 100 കോടി സ്വത്തുണ്ടെന്നും അവളുടെ അച്ഛൻ അവളെ പൊന്നുപോലെയാണ് നോക്കുന്നതെന്നും ആ സ്വത്തിൻ്റെ പകുതി ഇവൻ അവളെ വിവാഹം കഴിച്ചാൽ ഇവനുള്ളതാണെന്നും ഒക്കെ. കമല വളരെ സീരിയസ് ആയിട്ട് ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടേ അവൾക്ക് ചിരി അടക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഇതൊക്കെ അങ്ങ് വിശ്വസിച്ചോ? അല്ലടി, അവൻ്റെ ഫോണിലെ കുറച്ച് പ്രായം ചെന്നുള്ള ഒരാൾ, അതായത് നമ്മുടെ അച്ഛൻ്റെയും ഈ പറയുന്ന ബാലചന്ദ്രൻ അങ്കിളിൻ്റെയും ഒക്കെ ഏജ് തോന്നുന്ന ഒരാൾ അവളിങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു ഫോട്ടോയും എനിക്ക് കാണിച്ചു തന്നു. അതാരാണെന്ന് എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല. എന്തായാലും അവളുമായിട്ട് ബന്ധപ്പെട്ട ആരോ ആണ്. അവളുടെ ചെറിയൊരു മുഖച്ഛായയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ കമല പറയുന്നത് കേൾക്കുമ്പോൾ രഞ്ജിനിക്കും ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയണമെന്ന് തോന്നി. രഞ്ജിനി ഉടനെ തന്നെ കമലയോട് പറയുന്നുണ്ട്, ഇപ്പോൾ തൽക്കാലം അമ്മ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ഇപ്പോൾ അമ്മ എന്നെ വിളിച്ച പോലെ നട്ടപ്പാതിരാക്കി എനിക്ക് ആരെയും വിളിച്ച് ചോദിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നാളെ ഞാനേ ബബിതയുമായി വിളിച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. അവൾ സത്യം മുഴുവൻ എന്നോട് പറയുമെന്നൊന്നും അറിയത്തില്ല. കാരണം ഇപ്പോൾ ബബിത പഴയ ആളൊന്നും അല്ല അമ്മേ. അവളേ ഭയങ്കര ഡീസൻറ്റ് പുള്ളിയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ അവൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അമ്മനോട് പറയാം. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവളെന്തോ ഹോസ്റ്റലിലേക്ക് മാറുന്ന കാര്യമൊക്കെ പറയുന്നത് കേട്ടിരുന്നു. അമ്മ അറിഞ്ഞായിരുന്നോ? ആ, അതൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും എനിക്കറിയുന്ന വിഷയമല്ല. ഇതിപ്പോൾ ഈ മനു എന്നെ ഇളക്കാൻ വേണ്ടിയിട്ടാണോ അതോ സത്യാവസ്ഥ ഉള്ളത് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ വിളിച്ചത്. ആ, അതൊക്കെ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം. ഇപ്പം എന്തായാലും അമ്മ കിടന്നുറങ്ങാൻ നോക്ക്. ശരി, അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിനി കോള് കട്ട് ചെയ്യുന്നുണ്ട്. കമലയും അന്നത്തെ ദിവസം സമാധാനം കിട്ടാതെ ഉറങ്ങാമെന്നുള്ള തീരുമാനത്തിലും ആയിരിക്കുകയാണ്. അങ്ങനെ നേരം പുലർന്നുണ്ട്. അങ്ങ് അഞ്ജലിയിൽ റീത്താമ്മച്ചി വിളിച്ചവരെയും കാത്തിരിക്കുകയാണ് അതിരാവിലെ തന്നെ. റീത്താമ്മച്ചിയുടെ കാത്തിരിപ്പൊക്കെ കാണുമ്പോൾ മൈക്കിളായ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എന്നതാടി ഈ രാവിലെ തന്നെ ഈ മുട്ടയിടാൻ കൂടന്വേഷിച്ച് നടക്കുന്ന കോഴിയെപ്പോലെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നതെന്നൊക്കെ. മൈക്കിളിനെ കുറച്ച് രൂക്ഷമായി നോക്കിക്കൊണ്ട് റീത്താമ്മ പറയുകയാണ്, ഓ, നിങ്ങൾക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു ഇലക്ട്രിക് ഷോപ്പ് ഇട്ട് തന്നിട്ടുണ്ടല്ലോ, അതിൽ പോയി അങ്ങ് പേരിനവിടെ ഇരുന്നാൽ മതി. രാവിലക്കലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞെങ്കിലേ അങ്ങ് പോവാൻ നോക്കിയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വളരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അമ്മച്ചി കേൾക്കുമ്പോൾ അവർക്കും വളരെ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഈ സ്ത്രീ ഇങ്ങനെ തന്നെയാണ്, ഈ റീത്ത എന്ന് പറയുന്നത്. അവർ മാത്രമാണ് എല്ലാത്തിൻ്റെയും മുകളിൽ, ബാക്കിയുള്ളവരൊക്കെ താഴെ കിടക്കുന്നവരാണെന്നും അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസെപ്റ്റാണ്. എല്ലാം താൻ ചെയ്താലേ ശരിയാവത്തുള്ളൂ, താൻ നേടുന്നതൊക്കെ തന്നെയാണ് വലിയ കാര്യങ്ങൾ,
അങ്ങനെയുള്ളൊരു ചിന്താഗതിക്കാരിയാണ്. റീതാമ്മയുടെ വായിൽ നിന്നും കൂടുതലൊന്നും കേൾക്കണ്ട എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മൈക്കിള് തൻ്റെ അമ്മിച്ചിയോട് മാത്രം യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി ഒരു 2 വീലറിൽ കയറി അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം ആ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഗേറ്റിനകത്തേക്ക് മറ്റൊരു സ്കോർപിയോ കടന്നു വരുന്നുണ്ട്. വന്നു നിന്നത് റീതാമ്മച്ചിയുടെ വീടിൻ്റെ മുമ്പിലേക്ക് തന്നെയാണ്. റീതാമ്മച്ചിക്ക് ആ കാറ് കണ്ടപ്പോഴേ തൻ്റെ മുഖമാകെ വിടർന്നു. സൂര്യപ്രകാശം വന്നതായി തോന്നി. പെട്ടെന്ന് തന്നെ സിറ്റ് ഔട്ടിലേക്ക് വരുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ നമ്മൾക്കങ്ങനെ പരിചയമില്ല. എന്നാൽ റീതാമ്മച്ചിയുടെ മുഖഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലായി അവരിന്നലെ വിളിച്ച് സംസാരിച്ച സേവിച്ചനും സാമുവലുമാണെന്ന്. കാഴ്ചപ്പാടിൽ തീരെ തരക്കേടില്ലാത്ത നല്ല ചെറുപ്പക്കാരെ പോലെ തോന്നുന്ന നല്ല ആരോഗ്യവാന്മാരായ 2 പുരുഷന്മാരാണ് കാറിൽ നിന്നും ഇറങ്ങി വരുന്നത്. ഇവരെ കണ്ടതും റീതാമ്മച്ചി ഓടി വന്ന് അതിലൊരുത്തനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടാ ഞാൻ എത്ര സമയമായിന്നറിയോ നിന്നേക്ക് കാത്തിരിക്കാൻ തുടങ്ങിയിട്ടെന്ന്. എൻ്റെ പൊന്ന് ചേച്ചി, കുറച്ച് നേരം വെളുക്കണ്ടേ? രാവിലക്കലത്തെ പ്രഭാത ഭക്ഷണമെങ്കിലും ഒന്ന് കഴിക്കണ്ടേ? എന്നിട്ട് വേണ്ടേ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ? അല്ല, എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ? എനിക്കറിയാൻ പാടില്ലടാ. ഞാൻ ഇന്നലെ വൈകുന്നേരം അവരെ കണ്ട് സംസാരിച്ചതല്ലാതെ നേരം വെളുത്ത് ഇത്രയും നേരമായിട്ടും അവിടേക്ക് പോവുകയോ അവിടെ നിന്നാരെങ്കിലും ഇവിടെ വരികയോ ഞാൻ കണ്ടില്ല. പിന്നെ പോവേണ്ട കാര്യമില്ല. നിങ്ങൾ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനും നിൽക്കുന്നതെന്ന് റീത്ത പറയുകയാണ്. ഇവർ വന്ന കാറിൻ്റെ ശബ്ദം കേട്ടിട്ട് തന്നെയാവണം അപ്പുറത്തെ വീട്ടിൽ നിന്നും അലീന ഇവിടേക്ക് എത്തിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ആരാണ് വന്നതെന്ന് അവൾക്കറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം അവളോട് വല്യപ്പച്ചനും അവളുടെ പപ്പയും പറഞ്ഞിരുന്നു തടിമാടന്മാരായ 3-4 ആങ്ങളമാരുണ്ടെന്നും എന്തിനും ഏതിനും ചേച്ചിക്കും അനിയത്തിക്കുമുള്ള ഗുണ്ടകളെപ്പോലെയാണ് അവരെ കൊണ്ടു നടക്കുന്നതെന്നൊക്കെ. അലീനയ്ക്കപ്പോൾ ഉറപ്പായിരുന്നു നേരം വെളുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ 4 ഗുണ്ടകളിൽ നിന്ന് 1, 2, 3, 4 എത്രയെങ്കിലും തന്നെയും വല്യപ്പച്ചനെയും കാണാനായിട്ട് ഇവിടെ എത്തുമെന്ന്. അതുമാത്രമല്ല തൻ്റെ പപ്പയുടെ സ്വത്തിൻ്റെ പകുതി തട്ടിയെടുക്കാനുള്ള കേസൊക്കെ കോടതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരാണെന്നും അലീനയ്ക്ക് സൂചന കിട്ടിയിരുന്നു. തൻ്റെ പപ്പയുടെ വക്കീലിൻ്റെ കയ്യിൽ നിന്നും എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അലീന ഇവിടേക്ക് ഈ കളികൾക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന കാര്യം തൻ്റെ പപ്പയ്ക്കോ വല്യപ്പച്ചനോ ആർക്കും തന്നെ അറിയില്ല. അത് അലീനയും വക്കീലും തമ്മിലുള്ള ഒരു കളി തന്നെയാണ്. അതൊക്കെ പിന്നീടാണ് കേട്ടോ അറിയാൻ പോകുന്നത്. അതായത് നമ്മളിനി കാണാൻ പോകുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ആ കൊല്ലപ്പള്ളിയിലെയും നെടുമ്പുരയ്ക്കൽ തറവാട്ടിലെയും അലീനയെയല്ല, വളരെ സ്മാർട്ടായ കളികളെല്ലാം പഠിച്ചിട്ട് തന്നെ കളിക്കാനിറങ്ങിയ അലീനയെ തന്നെയാണ്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ അലീന ഇവിടേക്ക് നോക്കിയപ്പോൾ 2 തടിമാടന്മാരായ ആണുങ്ങളെ കണ്ടതും അലീന പെട്ടെന്ന് തന്നെ ചെന്ന് വല്യപ്പച്ചനോട് പറയുന്നുണ്ട്, വല്യപ്പച്ച ഒരംഗം വെട്ടിന് തയ്യാറായിക്കോളൂ, നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ എതിരാളികൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന്. വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, നമ്മൾ അവരെയും കൂടി കാത്തല്ലേ ഇരുന്നിരുന്നത്. നീ എന്തായാലും ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ നോക്ക്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം അംഗം വെട്ട് എന്ന് പറയുകയാണ്. ഉടനെ തന്നെ അലീന കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അലീന രാവിലെ തന്നെ എഴുന്നേറ്റ് തനിക്കും കുട്ടികൾക്കും തൻ്റെ എൽസാൻറ്റിക്കും ഒക്കെ ഉള്ള ഭക്ഷണം അവൾ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയതൊക്കെ. ഫ്രിഡ്ജിൽ നിന്നും മുട്ടയെടുത്തു, മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി, ഇടിയപ്പവും ഉണ്ടാക്കി വെച്ചു. എൽസാമ്മച്ചി എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഇത് രണ്ടും തൻ്റെ ഗ്യാസ് അടപ്പിൽ കിടന്ന് വേവുന്നതും തിളയ്ക്കുന്നതൊക്കെ കണ്ടിട്ട് തന്നെയാണ് എൽസാമ്മച്ചി പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. എൽസയ്ക്ക് ഒന്നും മിണ്ടാനുള്ള ഒരു പ്രാപ്തി ആ സമയത്തുണ്ടായിരുന്നില്ല. കാരണം എല്ലാ അർത്ഥത്തിലും അലീന വാമൂടി തന്നെ വെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ അലീന പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിലൊക്കെ നിരത്തി വെക്കുന്നുണ്ട്. വല്യപ്പച്ചനെയും കുട്ടികളെയും ഒക്കെ അലീന ഭക്ഷണം കഴിക്കാനായി പോയി വിളിക്കുകയാണ്. അലീന അവരുടെ 2 പേരുടെയും മുറിയിലേക്കാണ് ആദ്യം ചെല്ലുന്നത്. ഇത്രയും സമയമായിട്ടും തൻ്റെ സഹോദരങ്ങൾ എഴുന്നേറ്റിട്ടില്ലെന്നുള്ള കാര്യത്തിൽ അലീനയ്ക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. ഒരു കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠതയില്ലാത്ത കുട്ടികൾ തന്നെ.
ടാനിയയും ടെൽസയും കിടക്കുന്ന മുറിയിലേക്ക് തന്നെയാണ് അലീന ആദ്യം ചെല്ലുന്നത്. വിചാരിച്ച പോലെ തന്നെ കൂടുതൽ വിശദീകരണമൊന്നുമില്ല. അലീന താമസിക്കാൻ കയറിയ അതേ മുറിയുടെ അവസ്ഥ തന്നെ, വേണമെങ്കിൽ അതിനേക്കാളും മോശമെന്ന് തന്നെ പറയാം. അവർ പഠിക്കാൻ കൊണ്ടുപോകുന്ന പുസ്തകം പോലും കിടക്കുന്ന അതേ കട്ടിലിൽ തന്നെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. ബുക്കിൻ്റെ മേളിലൊക്കെ തന്നെ കയറിയാണ് കിടപ്പെന്ന് വേണമെങ്കിൽ പറയുക തന്നെ ചെയ്യാം. ടെൽസയെയും ടാനിയയെയും അലീന ചെന്ന് കുലുക്കി വിളിക്കുകയാണ്. അലീനയെ കണ്ടതോടെ രണ്ടുപേരും കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. ചേച്ചി എന്ന് രണ്ടുപേരും അറിയാതെ മന്ത്രിച്ചു പോയി. അലീനയ്ക്കത് വല്ലാത്ത സന്തോഷം തോന്നിയിട്ടോ. കാരണം ഇത്ര പെട്ടെന്ന് അവർ തന്നെ അംഗീകരിച്ചല്ലോ എന്നൊരു സന്തോഷം. അവർ രണ്ടുപേരും അലീനയുടെ അരികിലേക്കായി വരുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ? സമയം 9 മണിയാവാനായി. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ സ്കൂളില്ലാത്തപ്പോൾ എന്ന് അവർ വളരെ സ്തംഭിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലീന ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. കൂടിപ്പോയാൽ ഒരു 7 മണി വരെയൊക്കെ കിടന്നുറങ്ങാം ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ. ക്ലാസ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ കുട്ടികൾ 5:30 എഴുന്നേറ്റ് തനിക്ക് അന്നത്തെ ദിവസം സ്കൂളിലേക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് നല്ല ഒരു വേണമെങ്കിലൊന്ന് എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ പോയിരുന്ന് കുറച്ച് സമയം ഒന്ന് TV ഒക്കെ കണ്ട് ഒന്ന് റിഫ്രഷൊക്കെ ആയതിനു ശേഷം കുളിച്ച് വന്ന് സമാധാനത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം സ്കൂളിലേക്കൊക്കെ പോവാനെന്ന് അലീന പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടുപേർക്കും അലീനയുടെ സംസാരമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷേ തിരിച്ച് അലീനയോട് സംസാരിക്കാനുള്ള ധൈര്യം അവർക്കില്ല. അലീന രണ്ടുപേരോടും പറയുന്നുണ്ട്, ഇന്നിപ്പോൾ തൽക്കാലം ഇത്രയും സമയമായില്ലേ, രണ്ടുപേരും പോയി ബ്രഷ് ചെയ്തിട്ട് വായോ, നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്ന് കുളിച്ചാൽ മതി. ഇനി നാളെ തുടങ്ങി ഞാൻ നിങ്ങളെ 5:30-ക്കും 6 മണിക്കും ഇടയിലുള്ള സമയത്തിൽ വന്ന് വിളിക്കും. രണ്ടുപേരും എഴുന്നേറ്റോളണം. കുറച്ച് സമയം എന്നോടൊപ്പം കിച്ചണിൽ എന്നെ ഹെൽപ്പ് ചെയ്യുകയും വേണമെന്നൊക്കെ പറയുകയാണ്. രണ്ടുപേർക്കും അലീനയുടെ സംസാരം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ രണ്ടാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. രണ്ടുപേരും പെട്ടെന്ന് തന്നെ പോയി ബ്രഷൊക്കെ ചെയ്ത് തിരിച്ച് ഡൈനിങ് ടേബിളിലേക്ക് തന്നെ വരുന്നുണ്ട്. ഇതേ സമയം അലീന ടോജോയെ പോയി വിളിക്കുന്നുണ്ട്. ടോജോയ്ക്കും അലീനയോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഒരു പക്ഷേ അവന് എന്തോ പേടിയുള്ളതുപോലെ. അലീന ചെന്ന് വിളിച്ചപ്പോഴും അതേപോലെ തന്നെയായിരുന്നു. അവനും കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. അലീന ചോദിച്ചു, ഒരു ആൺകുട്ടി താമസിക്കുന്ന മുറിയാണോ ഇത്? എന്താ ഈ റൂമിൻ്റെ അവസ്ഥ? അവിടെയും ഇവിടെയും ഒക്കെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, മുഷിഞ്ഞതേതാണ്, അലക്കി വെച്ചിരിക്കുന്നത് ഏതാണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ എന്താ ഇങ്ങനെയൊക്കെ? അലീന അവൻ്റെ മുഖത്ത് നോക്കി വളരെ നിഷ്കളങ്കമായി തന്നെ ചോദിക്കുകയാണ്. അവൻ തൻ്റെ മുറി നന്നായിട്ടൊന്ന് ചുറ്റി കണ്ണോടിച്ചു. അതെ, പറഞ്ഞത് ശരി തന്നെയാണ്. ഇതിലേതാണ് മുഷിഞ്ഞതെന്നും ഏതാണ് അലക്കി വെച്ചിരിക്കുന്നതെന്നും അറിയണമെങ്കിൽ മണപ്പിച്ച് തന്നെ നോക്കേണ്ടി വരും. ഫ്രഷ്നെസ്സിൻ്റെ മണമാണോ അതോ വിയർപ്പിൻ്റെ നാറ്റമാണോ എന്ന്. അവനൊരു നിമിഷം തന്നെക്കുറിച്ച് വല്ലാതെ മോശമായിട്ട് തന്നെ അവനും തോന്നാണ്. എങ്കിലും അലീന പറഞ്ഞത് കാര്യമാക്കാതെ അവൻ ബാത്റൂമിലേക്ക് കയറാൻ നേരത്ത് അലീന പറയുന്നുണ്ട്, അതെ, ബ്രഷ് ചെയ്ത് പെട്ടെന്ന് തന്നെ വന്നേക്കണം. നിനക്ക് വേണ്ടി താഴെ ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ വെയിറ്റ് ചെയ്യാണ്. നിന്നെ കാണാഞ്ഞിട്ട് നോക്കാൻ വേണ്ടി വന്നതാ ഞാൻ. നീയും കൂടി വന്നതിന് ശേഷമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്ന് അലീന പറയുന്നുണ്ട്. ടോജോയ്ക്ക് അലീനയോട് എന്ത് പറയണമെന്നറിയുന്നുണ്ടായിരുന്നില്ല. അവൻ ഒന്നും മിണ്ടാതെ തന്നെ ബാത്റൂമിലേക്ക് കയറാൻ നേരത്ത് അലീന ഒരു വട്ടം കൂടി അവനോട് ചോദിച്ചു, അതെ, കാത്തിരുന്നോട്ടെ, നീ വരില്ലേ എന്ന്. അവൻ വരാമെന്ന് തലയാട്ടി. അലീനയ്ക്ക് വളരെ സന്തോഷമായി. കാരണം കുട്ടികളെല്ലാം വളരെ നല്ലവർ തന്നെയാണ്. അവർ നിൽക്കുന്നതും അവർ വളർത്തുന്നതുമായ ആൾക്കാർ തന്നെയാണ് അവരെ മോശപ്പെട്ടതാക്കി ചിത്രീകരിക്കുന്നതെന്നും മോശമായി മാറ്റിയെടുത്തിരിക്കുന്നതെന്നൊക്കെ അലീനയ്ക്ക് മനസ്സിലായി. അലീന ഒരിക്കൽ കൂടി തൻ്റെ സഹോദരൻ്റെ മുറിയൊക്കെ ഒന്ന് കണ്ണോടിച്ചു നോക്കി. ഇല്ല, മോശപ്പെട്ടതായിട്ടൊന്നും ഈ മുറിയിൽ കാണുന്നില്ല. മദ്യപാനമോ അതിനോടൊപ്പമുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതായിട്ടുള്ള സ്മെല്ലൊന്നും മുറിയിലില്ല. അത്രത്തോളം മോശം രീതിയിലേക്ക് അവൻ പോയിട്ടില്ലെന്ന് തോന്നുന്നു. അതുതന്നെ വളരെ ഭാഗ്യം. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ജോലി കുട്ടികളുടെ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുന്നത് തന്നെയാണ്.
അപ്പോൾ തന്നെ അവരുടെ മനസ്സൊക്കെ ഒന്ന് തെളിഞ്ഞോളുമെന്ന് അലീന ഒരു നിമിഷം മനസ്സിൽ കുറിക്കുകയാണ്. അങ്ങനെ അലീനയും വല്യപ്പച്ചനും കുട്ടികളും കൂടി ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ എൽസാമ്മ കയറി വരികയാണ്. എൽസാമ്മയെ കണ്ടതും കുട്ടികൾ ആകെ സ്തംഭിച്ച് നിന്നു പോവുകയാണ്. അവർക്ക് പിന്നെ തുടർന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ അവരുടെ കൈയൊക്കെ അനങ്ങാത്ത പോലെയായി. എൽസാമ്മച്ചി അവരെ അടിക്കുമോ ചീത്ത പറയുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ വല്യപ്പച്ചൻ്റെയും അലീനയുടെയും മുമ്പിൽ വെച്ച് ഒന്നും തന്നെ എൽസ പറയാതെ കിച്ചണിലേക്ക് കയറിപ്പോവുകയാണ്. എന്നാൽ ഇതിനിടയിൽ മറ്റൊരു കാര്യവും കൂടി നടന്നിരുന്നു. ടോജോയെ പോയി വിളിച്ച് തിരിച്ചു വരുന്നതിനിടയ്ക്ക് അലീന പോയി എൽസയെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരുന്നു. അലീനയോട് ടെൽസ പറഞ്ഞത്, ഇന്നേ വരെ എനിക്കാരും വിളമ്പി തന്നിട്ടല്ല ഞാൻ ഭക്ഷണം കഴിച്ചതെന്നും എനിക്കാരും വെച്ചും വേവിച്ചും തന്നിട്ടല്ല ഞാൻ ഇത്രയും കാലം കഴിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ അപമാനിച്ചു വിടുകയായിരുന്നു. ഇറങ്ങിപ്പോരാൻ നേരത്ത് അലീന എൽസാമ്മയോട് പറയുകയും ചെയ്തു, ഞാനും കുട്ടികളും വല്യപ്പച്ചനും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അതിന് പിന്നീട് പരാതിയുമായിട്ട് കുട്ടികളെ വഴക്ക് പറയാനൊന്നും എൻ്റെ മുമ്പിലിട്ട് സമ്മതിക്കില്ല കേട്ടോ എന്ന്. അതുകൊണ്ട് തന്നെയാണ് എൽസ ഒന്നും മിണ്ടാതെ കിച്ചണിലേക്ക് പോകുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നാമ്പുറ നടന്നതൊന്നും കുട്ടികൾക്കും വല്യപ്പച്ചനും അറിയാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട്. വല്യപ്പച്ചൻ അവരോട് പറയുന്നുണ്ട്, വല്യപ്പച്ചൻ ഇവിടെ ഉള്ളിടത്തോളം മക്കളെ അവളൊന്നും ചെയ്യത്തില്ല, അല്ലെങ്കിലും ഇനി നിന്നെ അവരൊന്നും ചെയ്യത്തില്ലെന്നേ. ആ സമയമൊക്കെ കഴിഞ്ഞു പോയട എൻ്റെ മക്കളെ, നിങ്ങൾ അവളെ പേടിച്ചിരിക്കാതെ ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് വല്യപ്പച്ചൻ്റെ വർത്താനം കേട്ടപ്പോൾ അവർ തിരിച്ചൊന്നും പറയാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്താണ് റീത്താമ്മച്ചി ആ വീട്ടിലേക്ക് കയറി വരുന്നത്. റീത്തയ്ക്ക് ആ കണ്ട കാഴ്ച തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആ കുട്ടികളോട് അത്രമാത്രം അവരുടെ പപ്പയെക്കുറിച്ചിട്ട് മോശപ്പെട്ട കാര്യങ്ങളാണ് റീത്ത പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. റീത്തയ്ക്ക് ഒറ്റ നിമിഷത്തിൽ തന്നെ കാര്യം മനസ്സിലായി, താൻ ഇത്രയും കാലം പറഞ്ഞതൊന്നും അവരുടെ തലയിൽ കയറിയിട്ടില്ലെന്ന്. റീത്ത ഉറക്കെ അലറി, എൽസേ നീ എവിടെയാടി? നീ കാണുന്നില്ലേ നിന്റെ മക്കൾ ഈ നാണം കെട്ട പ്രവൃത്തി കാണിക്കുന്നതെന്ന്. റീത്തയുടെ അലർച്ച എൽസയുടെ വീട്ടിൽ നിന്നും കേട്ട സേവിച്ചനും സാമുവലും കൂടി അവിടേക്ക് എൽസയുടെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ഓടി വന്നിട്ട് റീത്തയോട് ചോദിക്കുന്നത്, എവിടെ ചേച്ചി ഇവിടെ വലിഞ്ഞു കയറിയ ആ കിളവനും ആ നാണം കെട്ട അവഹിത സന്തതിയുമെന്ന്. ഇത് കേട്ടതും വല്യപ്പച്ചന് ദേഷ്യം സഹിക്കാൻ കഴിയാതെ ആ കസാര വലിച്ചു നീക്കി വല്യപ്പച്ചൻ അവിടെ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ശുഭരാത്രി.